ഉണ്ണിയമ്മേ കുമ്പടി വന്നു. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് കേരളത്തിൽ ജീവിച്ചവരാലും കഴിഞ്ഞ 8 വർഷം കേരളത്തെ പിണറായി സർക്കാർ പിന്നോട്ടടിക്കും എന്ന് പറയുന്നത് ഞാൻ കരുതുന്നില്ല. കാര്യം യുദ്ധഭൂമിയിൽ ഒരു പുതിയ പഠനം പക്കത്തും കല്ല് നിറഞ്ഞ അരിയും പൊട്ടിപ്പൊളഞ്ഞ സ്കൂളും ഒക്കെ ഞാനും അനുഭവിച്ച വ്യക്തിയാണ്. എന്നിട്ട് പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത് വളരെ ആധികാരികമായി രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ടായി 19,000 കോടി ഉണ്ടെങ്കിൽ കേരളത്തിലെ റെയിൽവേ സ്ട്രെച്ച് അങ്ങ് നമുക്ക് നിവർത്തി നമുക്ക് കേരളത്തിന്റെ ആവശ്യമില്ല എന്ന്. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. ഒരു കാര്യം മാത്രമേ ചോദിക്കാറുള്ളൂ, ഈ ട്രിവാൻഡ്രം കൊല്ലം വരെയുള്ള ആ ഒരു വളവ് നിവർത്തി തരാൻ നിങ്ങൾക്ക് ഭൂമി ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ ആ വളവ് നിവർത്തണമെങ്കിൽ അത് കൊല്ലം ജംഗ്ഷനിലൂടെയാണ് പോകുന്നത്. കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നത്. ആ ഭൂമി ഏറ്റെടുത്തുകൊണ്ട് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസിന് പറ്റില്ല. കാര്യം ഭൂമി ഏറ്റെടുക്കാൻ പറ്റാതെ നാഷണൽ ഹൈവേ പദ്ധതി ഉപേക്ഷിച്ചു പോയ പാർട്ടിയുടെ ആളായതുകൊണ്ട് ആ പദ്ധതിയാണ് ഇപ്പോൾ പൂർത്തിയാവുന്നത്. അതുപോലെ തന്നെ പറഞ്ഞ് പഴകിയ തന്നെ ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ എന്ന് പറയുന്ന ടെക്നോളജി ക്യാമറയിൽ വരുമ്പോൾ അതിൽ ഈ ഫേഷ്യൽ ടെക്നോളജി ഉൾപ്പെടുത്തിയാൽ അത് എന്തുമാത്രം പ്രൈവസിയെ ബാധിക്കുന്ന കാര്യമാണെന്ന് അറിയാം. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. ആ ഫേഷ്യൽ ടെക്നോളജി ആ ഫേഷ്യൽ റെക്കഗ്നിഷൻ ടെക്നോളജി ഇല്ലാത്തത് കൊണ്ടാണ് കൊല്ലത്ത് നമുക്ക് ആ നഷ്ടമായി പോയ പെൺകുട്ടിയെ ഫേഷ്യൽ റെക്കഗ്നിഷൻ ടെക്നോളജി കണ്ടുപിടിക്കാൻ സാധിക്കാത്തത്. വേണ്ട ഇവനെ വിട്ടുകളി. വിജയന്റെ അമ്മായിയപ്പന് മകന്റെ അമ്മായിയപ്പന് പൈസ കിട്ടി എന്നുള്ളതൊക്കെ അന്ന് തന്നെ ഈ തകർത്തെടുത്തുകൊണ്ട് ഇരിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്ത ഒരു കോൺഗ്രസ്സുകാരന്റെ പേര് ഉമ്മൻചാണ്ടി എന്നാണ്. വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. അന്ന് കണ്ണൂർ സർവകലാശാലയിലോ കോഴിക്കോട് സർവകലാശാലയിലോ ആണ് ആ സമരത്തിൽ കമ്പ്യൂട്ടർ തല്ലിപ്പൊളിച്ചതും ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലാണ്. ഇന്നിനി മിണ്ടരുത്, ഇന്നത്തെ കോട്ട കഴിഞ്ഞു. BMS-ഉം INTC-യും CET-യും കമ്പ്യൂട്ടർ കാരണം നഷ്ടപ്പെടുന്ന തൊഴിലുകൾക്കെതിരെ, കമ്പ്യൂട്ടറിനെതിരെയല്ല, കമ്പ്യൂട്ടർ കാരണം നഷ്ടപ്പെടുന്ന തൊഴിലുകൾക്കെതിരെ ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. സമരം ചെയ്തതാണ്. അതേപോലുള്ള സമരമാണ് കാരണം ജോലി നഷ്ടപ്പെടുമ്പോൾ അങ്ങ് അമേരിക്കയിലെ സ്ക്രിപ്റ്റ് ടീച്ചേഴ്സ് അടക്കം ചെയ്യുന്നതും അതേ സമരം തന്നെയാണ്. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? പിന്നെ അവസാനമായി പറയാനുള്ളത്, കുടുംബത്തിന്റെ കുലമഹിമ കാരണം പാർട്ടി പ്രസിഡന്റായ ആളെ വനിതാ മുന്നേറ്റത്തിന്റെ ചാലകശക്തിയായോ അതിന്റെ ഫേസായോ ഒന്നും പറയുന്ന അത്ര നല്ല കാര്യമായി എനിക്ക് തോന്നി. നല്ല വാക്ക് എനിക്ക് പറയാനില്ല. പക്ഷെ കുടുംബത്തിന്റെ കുലമഹിമ കാരണമാണ് കോൺഗ്രസിലെ ആൾക്കാർ പ്രസിഡന്റ് ആവുന്നത്. പക്ഷേ ചോദ്യമൊന്നുമില്ല, ഈ കയ്യടികൾക്കിടയിൽ ഇത് പറഞ്ഞില്ലെങ്കിൽ മോശമായി പോകും എന്ന് വിചാരിച്ചെന്ന് പറയാണ്. ഗാലറി എതിരായിട്ടും പിന്നെയും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന DYFI സംസ്ഥാന പ്രസിഡന്റ് VK സനോജിന് എന്റെ അഭിവാദ്യങ്ങൾ. നന്ദി. മറുപടി പറയാമല്ലോ. ഒന്ന്, ഗാലറി മുഴുവൻ എതിരാണെന്ന് അങ്ങേക്ക് തന്നെ തോന്നലുണ്ടാകുന്ന ഒരു നല്ല ചിന്താഗതിയാണ് കേട്ടോ. ഒന്ന്. രണ്ട് പറഞ്ഞിട്ടില്ല. അങ്ങ് പറഞ്ഞു കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്ത ഒരാളുടെ പേര് ഉമ്മൻചാണ്ടി എന്നാണെന്ന്. അതെ. ഉമ്മൻചാണ്ടി കാലിക്കറ്റ് സർവകലാശാലയിൽ സമരം ചെയ്തു. അത് കമ്പ്യൂട്ടറിനെതിരെ അല്ല. പതിവ് പോലെ കാലിക്കറ്റ് സർവകലാശാലയെ കമ്പ്യൂട്ടർവൽക്കരിക്കുന്നതിന്റെ പേരിൽ നിങ്ങളുടെ സർക്കാർ നടത്തിയ അഴിമതിക്കെതിരായിട്ടാണ് അദ്ദേഹം സമരം ചെയ്തത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. എന്താ ഉറക്കം വരുന്നു? ഇനി താങ്കളുടെ തന്നെ ചോദ്യത്തിനകത്തുണ്ട് മറുപടി. അതായത് കൊല്ലത്തുനിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ആ ലാൻഡ് അക്വിസിഷൻ പോലും നടത്താൻ പറ്റത്തില്ല എന്ന് അങ്ങേക്ക് ആത്മവിശ്വാസമുള്ള സർക്കാരാണോ ഈ കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ലാൻഡ് അക്വയർ ചെയ്തിട്ട് കേരളയിൽ കൊണ്ടുവരേണ്ടെന്നുള്ളൊരു ചോദ്യമുണ്ട്. പിന്നെ അങ്ങ് പറഞ്ഞു ഈ ലാൻഡ് അക്വിസിഷൻ നടത്താൻ കഴിയാത്തതിന്റെ പേരിൽ ഇട്ടെറിഞ്ഞിട്ട് പോയ ഉമ്മൻചാണ്ടിയുടെ സർക്കാർ എന്ന്. ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങ് മനസ്സിലാക്കേണ്ടത്, ശ്രീ പിണറായി വിജയന് ലാൻഡ് അക്വിസിഷൻ പൂർത്തിയാക്കുവാൻ കഴിഞ്ഞത് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ലാൻഡ് അക്വിസിഷൻ ഒരു പുതിയ നിയമം വന്നിരുന്നു. ഫെയർ വാല്യൂ കൊടുക്കുന്ന, അതായത് നമുക്ക് കോംപ്രമൈസ് ചെയ്യാം. അടിയിൽ കോംപ്രമൈസ് ഇല്ല ചേട്ടാ. നാട്ടിലെ മുൻപ് കൊടുത്തിരുന്ന സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന വിലയായിരുന്നുവെങ്കിൽ അത് മാറി നാട്ടിൽ എന്താണോ വില ആ വില കൊടുക്കുന്ന ഒരു നിയമം കൊണ്ടുവന്നിരുന്നു. ആ നിയമം കൊണ്ടുവന്നയാളുടെ പേര് ഡോക്ടർ മൻമോഹൻ സിംഗ് എന്നാണ്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ആ മൻമോഹൻ സിംഗിന്റെ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. പോകട്ടെ. ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് പറഞ്ഞത് കുടുംബമഹിമയുടെ പേരിൽ. സ്വാഭാവികമായിട്ടും കുടുംബമഹിമ ഉണ്ടാകുന്ന ഒരു തെറ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ. പിന്നെ അങ്ങ് ഉദ്ദേശിക്കുന്നത് ഒരു കുടുംബത്തിൽ നിന്ന് പല ആളുകൾ
ഈ പൊതു പ്രവർത്തനത്തിലേക്ക് കടന്നു വരുന്നതാണ് എങ്കിൽ പ്രിൻസേ ഞാൻ കാല് പിടിക്കാം ഇനി ഒന്നും വിളിച്ചു പറയല്ലേ. എനിക്ക് പറയാനായിട്ട് ഒരുപാട് പേരുണ്ട്. അതിൽ കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ശ്രീ വി കെ സനോജനും ശ്രീ വസീഫിനും ഒക്കെ പ്രയാസം തോന്നുന്നൊരു പേരായതുകൊണ്ട് ആ പേര് ഞാൻ പറയുന്നില്ല. ഇരിക്കുന്ന എല്ലാ ആളുകൾക്കും ബോധ്യമാകുന്ന ആ പേരായതുകൊണ്ട് ഞാനത് അവിടെ തന്നെ വിടുകയാണ്. പിന്നെ അങ്ങ് വേറെ എന്തോ ഒരു കാര്യം കൂടെ ചോദിച്ചിരുന്നു. നീ അറിഞ്ഞ ഈ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുക എന്നൊക്കെ പറയുന്നത് അത്ര മോശപ്പെട്ട കാര്യമാണെങ്കിൽ അങ്ങ് ആദ്യം അങ്ങയുടെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയെ തന്നെ പറഞ്ഞു മനസ്സിലാക്കൂ. ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നത് ഒരു മോശപ്പെട്ട കാര്യമാണ്. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. അതിൽ പോകരുതെന്ന് പറയൂ. ഞാൻ എന്തായാലും ചാനൽ ചർച്ചകളിൽ പോയി എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ പ്രത്യയശാസ്ത്രം പറയുന്നതിനകത്ത് അഭിമാന ബോധത്തോടു കൂടി തന്നെ വർത്തമാനം പറയുന്ന ഒരാളാണ് എന്ന് വളരെ സ്നേഹത്തോടു കൂടി തന്നെ അങ്ങേ ഓർമ്മപ്പെടുത്തുന്നു. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ, എനിക്കെല്ലാമായി തൃപ്തിയായി. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.